Hi guys, welcome back to Race Education. ഇപ്പോൾ ഓണം വെക്കേഷനെ കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരിച്ചെത്തിയ സമയമാണ്. ഓണം എക്സാമിന്റെ ആൻസർ ഷീറ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാകും. ഓണം എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പേപ്പേഴ്സ് ആയിരുന്നു. നമ്മൾ മാത്സ് നോക്കിയോളും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിലും അത്യാവശ്യം നല്ല പേപ്പേഴ്സ് വന്നത്. മാത്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാത്സിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. മാത്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പല സ്കൂളിലും ഡിഫറെന്റ് പേപ്പേഴ്സ് ആണെങ്കിൽ പോലും സ്റ്റാൻഡേർഡ് പേപ്പേഴ്സ് ആണ് പലതും കണ്ടുള്ളത്. പിന്നെ അതേപോലെ ചില സ്കൂളിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ പേപ്പർ അനാലിസിസ് ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മുടെ ഗൗതമി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ സ്കൂളിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് എല്ലാ സബ്ജക്റ്റിനെയും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് ഈ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എക്സാമിനേഷൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കുട്ടികൾ പല കമന്റിലൂടെയും നമ്മുടെ ലാസ്റ്റ് എടുത്ത മാരത്തോണിന്റെ ബൂസ്റ്ററിന്റെ അടിയിലേക്ക് കമന്റിലൂടെയും പിന്നെ നമ്മളുടെ പേഴ്സണൽ മെസ്സേജിലൂടെ അറിയിച്ചത് എക്സാം സാർ നമ്മുടെ ഈ വൺ ഷോട്ട് റിവിഷൻസ് എക്സാമിന്റെ സമയത്ത് നടന്ന ബൂസ്റ്റർ എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അടുത്ത ടാസ്ക് എന്താ, വാട്ട്സ് നെക്സ്റ്റ്. സോ നെക്സ്റ്റ് ഇസ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ക്രിസ്മസ് എക്സാം തന്നെയാണ് നമ്മുടെ മുമ്പിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് സാറേ അൾട്ടിമേറ്റ് ബോർഡ് എക്സാം ആണ്, എങ്ങനെയാണ് ഈ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും നോക്കുമ്പോൾ എന്താണ് അതിന്റെ അവസ്ഥ? കാരണം ഓണം എക്സാം ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് പേപ്പർ ആണ്, അതേപോലെ ക്വസ്റ്റ്യൻസ് ചില സ്കൂളുകളിൽ ഡിഫിക്കൽട്ട് ആണ്. അതിനർത്ഥം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, എക്സാമിനേഷൻ എന്തായാലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് കൊടുക്കണം, വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് എന്താക്കരുത്, എക്സാമിനേഷൻ നിലവാരം തകർക്കരുത് എന്ന് തന്നെയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. വിച്ച് മീൻസ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിലും ഈ ലെവലിൽ ക്വസ്റ്റ്യൻസ് കാണാൻ ക്രിസ്മസ് എക്സാം ഓൾറെഡി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലാണ്. ഓണം എക്സാമിനേക്കാൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്നതാണ് ക്രിസ്മസ് എക്സാം. ഇക്കൊല്ലം എന്തായാലും ഓണം എക്സാമേ ഇങ്ങനെ ആയതുകൊണ്ട് ക്രിസ്മസ് എക്സാം അത്യാവശ്യം ഇത് മുന്നേ ഉണ്ടായിരുന്ന ക്രിസ്മസ് എക്സാമിനേക്കാൾ നല്ല പേപ്പർ ആയിരിക്കും. സ്കൂൾ ഇടുന്നതല്ല, ബോർഡ് ഇടുന്ന പേപ്പറാണ്. സ്കൂളിലെ ടീച്ചേഴ്സ് ഇടുന്നതല്ല, ക്രിസ്മസ് എക്സാമിന് എന്തായാലും ബോർഡ് ഇടുന്നതാണ്. അത് അതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് മാത്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 6 ചാപ്റ്റേഴ്സ് കൂടി വരുന്നുണ്ട്. 11 ചാപ്റ്റേഴ്സ്, അതായത് 3D വരെ നമുക്ക് എക്സാമിനുണ്ട്. ഓരോ സബ്ജക്റ്റിലും ഇതേപോലെ ചാപ്റ്റേഴ്സ് എണ്ണം കൂടാണ്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി പഠിച്ച് നമ്മൾ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആൻസറുകൾ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എന്ത് വേണം, ക്ലാസ്സുകൾ വേണം എന്നുള്ളതാണ്. സോ ഇപ്പൊ നമ്മൾ പോകുന്ന ക്ലാസ്സുകൾ ഇതേ പാറ്റേൺ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ തുടരുന്നതാണ്. സോ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് 14th സെപ്റ്റംബർ നമ്മളൊരു ലോഞ്ച് വെക്കുന്നുണ്ട്. ഈ ലോഞ്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി അങ്ങോട്ട് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ വൺ ഷോട്ട് സീരീസ്. അതിലിപ്പോൾ നമ്മൾ 5 ചാപ്റ്റേഴ്സിന് വൺ ഷോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ആയിട്ടുള്ള ക്രിസ്മസ് എക്സാമിലുള്ള 6 ചാപ്റ്റേഴ്സിന് വൺ ഷോട്ട് നമ്മൾ എന്താക്കാണ് കണ്ടിന്യൂ ചെയ്യാണ്. മാത്സിന്റെ കേസാണ്. ബാക്കി ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ മാത്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ വന്ന 5 ചാപ്റ്റർ ഒന്നും അല്ല മക്കളെ. ഇനി വരാൻ പോകുന്ന ചാപ്റ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ കിടിലൻ ചാപ്റ്റേഴ്സ് ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഈ 5ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ആണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ലേശം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ എങ്കിൽ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിലാണ് നല്ല വില്ലന്മാരായിട്ടുള്ള ചാപ്റ്റർ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിലാണുള്ളത്. സോ ഇതൊക്കെ നമ്മൾ വൺ ഷോട്ടിലും റിവിഷനിലും കോണ്ടന്റ് വീഡിയോസിലും ഒക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൊക്കെ ആയിട്ട് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈവ് ഉണ്ടാവും. ആ ലൈവുകളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനുകൾ നമുക്ക് എന്താക്കാൻ ലോഞ്ച്. സോ കൃത്യമായി 2 ദിവസങ്ങളിൽ ലൈവ് ഉണ്ടാവും. എല്ലാ ആഴ്ചയും കൃത്യമായി 2 ദിവസങ്ങളിൽ ലൈവ് ഉണ്ടാവും. ആ 2 ദിവസങ്ങളിൽ നിങ്ങൾ എപ്പോഴും ലൈവിൽ തന്നെ വരാൻ ശ്രമിക്കുക. ബാക്ക്ലോഗ് വെക്കേണ്ട, ലാസ്റ്റിലേക്ക് പഠിച്ചാൽ തീരുന്നതല്ല, ടെൻഷൻ ആയി പോകും. അത്രയും വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ വരാനുണ്ട്. ഇപ്പൊ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ഡിഫറൻസിയേഷൻ ആണ് ഏറ്റവും വലിയ ചാപ്റ്റർ. എത്ര എക്സസൈസ് ആണ്? 5 എക്സസൈസ് അല്ലേ? ഓക്കെ, 5 അതിന്റെ ഇരട്ടി എക്സസൈസുകളോ അതിന്റെ ഇരട്ടി ചോദ്യങ്ങളോ ഉള്ള ചാപ്റ്റേഴ്സ് ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ലൈവിലെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പോൾ ലൈവിലൊക്കെ കൃത്യമായിട്ട് വരാം. സോ ലോഞ്ചിൽ നിങ്ങളൊന്ന് പങ്കെടുക്കുക, ലോഞ്ച് നോക്കി വെക്കുക ഏതൊക്കെ ദിവസങ്ങളിലാണ് ലൈവ് വരുന്നത്. നിങ്ങൾക്കറിയാം ക്ലാസ്സിൽ അത്രയും യൂസ്ഫുൾ ആണെന്ന് അറിയാം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ലൈവ് നമ്മുടെ ലോഞ്ചിലേക്ക് വരാൻ പറയാം. സ്റ്റഡി പ്ലാൻ കേൾക്കുക, നമ്മുടെ കൂടെ എന്താക്കുക, നിങ്ങൾ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഡിലേ ആയി പോകരുത്. അത്രയും പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ലൈവിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.